CPIM സംസ്ഥാന സമിതി ഇന്ന് ചേരും. കെ പത്മകുമാറിനെതിരായ നടപടി സമിതിയിൽ ചർച്ചയാകും. പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്ത ശേഷമുള്ള ആദ്യ സംസ്ഥാന സമിതിയാണ് ഇന്ന് ചേരുന്നത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. CPIM സംസ്ഥാന സമിതി ആദ്യ യോഗമാണ്. വിവാദങ്ങൾക്കിടെ സമ്മേളനം പൂർത്തിയാക്കിയതിനു ശേഷം വിവാദങ്ങൾക്കിടെയുള്ള ആദ്യ സമ്മേളനമാണ്. പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്യുക? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര വിവാദങ്ങൾക്കിടയിലുള്ള ആദ്യ സംസ്ഥാന സമിതി യോഗം തന്നെയാണ്. പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള ആദ്യ യോഗമാണ്. ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന കാര്യം കെ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ശുപാർശ ചെയ്യലാണ്. അതിന് വീണ ജോർജിനെതിരായ ഒരു വലിയ രീതിയിലുള്ള വിമർശനം അത് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടതായിരുന്നില്ല എന്ന് പത്മകുമാറിന് തന്നെ ബോധ്യമായ സാഹചര്യമാണ്. അതുകൊണ്ട് പാർട്ടി ഏത് നടപടി നൽകിയാലും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പത്മകുമാർ അറിയിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ സമിതിയിലും ഇത് ചർച്ചയാകുന്നത്. ഏതായാലും പുതിയ അംഗങ്ങൾ 89 അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇത് യോഗമാണെന്ന്. സമിതി യോഗത്തിൽ 17 പുതിയ അംഗങ്ങളുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഇന്ന് ഈ യോഗത്തിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്യും. പാർട്ടിപരമായ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും. അതിനുള്ളിൽ കെ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യം എന്തായാലും ചർച്ചയാകും. ഏതായാലും നടപടി ഏത് തരത്തിലുള്ളതാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പത്മകുമാർ അറിയിച്ചിരുന്നു. ഏതായാലും പരസ്യമായ ഒരു പ്രതികരണം ഇങ്ങനെ നൽകേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു പത്മകുമാറിന്റെ അടക്കം സ്വന്തമായ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇന്ന് നടപടിയെടുക്കേണ്ടത് തീരുമാനമാക്കിയ ശേഷം അതുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റിന് ശുപാർശ ചെയ്യും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോഴോടെ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്കായിരിക്കും കടക്കുന്നത്. അതില തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വിയോജിപ്പും എതിർപ്പും അടക്കം ചർച്ചയാകും. കെ പത്മകുമാറിനെതിരായ ഒരു ശക്തമായ ഒരു നടപടി പാർട്ടി സ്വീകരിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ടോ വിഷ്ണു? തീർച്ചയായിട്ടും പാർട്ടിയുടെ ഒരു പൊതുവായ രീതിയിൽ ഇത് പത്മകുമാർ ചെയ്തത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നതിന് പകരം അതൃപ്തിയെല്ലാം പൊതുവെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ പുറത്ത് അറിയിക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രവണത തന്നെയാണ്. പാർട്ടിയുടെ നേതൃത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തി അത് ഒരു വലിയ വീഴ്ചയായി തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടി തീർച്ചയായും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഏതായാലും അതോടൊപ്പം തന്നെ മറ്റു തെരഞ്ഞെടുപ്പ് കാര്യങ്ങളും വരാനിരിക്കുന്ന പല പദ്ധതികളെക്കുറിച്ചും ഇന്ന് ചർച്ച ചെയ്യും. തീർച്ചയായും CPIM സംസ്ഥാന സമിതി ഇന്ന് ചേരും. കെ പത്മകുമാറിനെതിരായ നടപടി സമിതിയിൽ ചർച്ചയാകും. പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്ത ശേഷമുള്ള ആദ്യ സംസ്ഥാന സമിതിയാണ് ഇന്ന് ചേരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.